നമസ്കാരം. വക്രഗതിയിലുള്ള ഗ്രഹങ്ങളെപ്പറ്റി നേരത്തെയും ഈ ഒരു ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. പഴയ വീഡിയോകളുണ്ട്. ശനിയുടെ വക്രഗതി ആയാലും എന്താണ് വക്രഗതിയിലുള്ള ഗ്രഹങ്ങൾ, വ്യാഴം വക്രഗതിയിൽ, അതുപോലെ വക്രഗതി എന്താണ് യഥാർത്ഥത്തിൽ, ഗ്രഹങ്ങൾ പുറകോട്ട് സഞ്ചരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റിയും പറഞ്ഞു തന്നിരുന്നു. പല കമൻറ്റ് സെക്ഷൻസിലും അതിന് വിശദീകരണവും കൊടുത്തിട്ടുണ്ട്. പഴയ വീഡിയോയിലാണ് വക്രഗതിയെപ്പറ്റി. ശരിക്കും വക്രഗതി എന്നത് ഗ്രഹങ്ങളൊന്നും പിന്നോട്ട് തിരിഞ്ഞ് സഞ്ചരിക്കുന്നില്ല. നമ്മൾ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ള ബസ് പുറകോട്ട് പോകുന്നതായിട്ട് തോന്നുന്നില്ലേ? അതുപോലെ ഇത് രണ്ടും തമ്മിലുള്ള വേഗതയ്ക്കനുസരിച്ചിട്ട് വരുന്ന ഒരു തോന്നൽ മാത്രമാണിത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കമൻറ്റ് സെക്ഷൻസിലും മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അത് വിവരിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ജാതകത്തിലെ വക്രഗതിയിലുള്ള ഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് ഗോചരത്തിൽ വക്രഗതിയിൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ അതെല്ലാവരെയും ബാധിക്കുന്നതാണ്. അപ്പോൾ അതിനെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ചെറിയ തോതിൽ വളരെ വലിയ ടോപ്പിക്കുകളാണ്, എന്നാലും നമുക്കതിനെ നമ്മുടെ ഒരു സാമാന്യമായിട്ടുള്ള ബുദ്ധിക്ക് നിരക്കുന്ന തരത്തിൽ എങ്ങനെ നമുക്കതിനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ശനിയൊക്കെ വക്രഗതിയിൽ വരുമ്പോൾ ആ ഒരു കർമ്മത്തിൻ്റെ കാരകഗ്രഹം പുറകോട്ട് നടക്കുന്നു എന്നൊരു ചിന്ത പോലെയാണ്. അത് പുറകോട്ട് സഞ്ചരിക്കുന്നില്ല, പക്ഷേ കർമ്മഫലങ്ങൾ, അതുപോലെ ആ ഭാവത്തെ സംബന്ധിച്ചിട്ടുള്ള ഫലങ്ങൾ, അതിന് തൊട്ട് പിന്നിലുള്ള ഭാവം, ഇതൊക്കെ ആക്റ്റീവ് ആകുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ മുഖ്യമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ബുധനെ പറ്റിയാണ്. ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ബുധന് നമുക്കറിയാം നമ്മുടെ എല്ലാം കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ സംസാരം എന്നത്, അതുപോലെ ബുധനും രാഹുവും കൂടി ഉള്ള ഒരു ആ ഒരു കണക്ഷനാണ് നമ്മളെല്ലാവരെയും ബന്ധിപ്പിക്കുന്നത്. രാഹു എന്നത് ഇൻ്റർനെറ്റാണ്. പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ രാഹുവിനെ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതിൻ്റെ ആ ഒരു ഭോഗത്തിലേക്ക്, ലഹരിയിലേക്ക്, അഡിക്ഷനിലേക്ക്, ഒബ്സഷനിലേക്ക്, ഒരുപാട് ക്രേവിങ്സിലേക്ക്, അതായത് അമിതം, എന്നൊരു കാര്യം, അതിലേക്ക് പോവാതിരിക്കുക എന്നത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അതല്ലാതെ രാഹുവിനെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്തെടുക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണത്. അതിനാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ മനസ്സിനൊരു ബലം വേണ്ടത്. നമുക്കെല്ലാവർക്കും പലപ്പോഴും പിടിച്ചാൽ കിട്ടാത്തതും നമ്മുടെ ചിന്തകൾ തന്നെയാണ്, സ്വാഭാവികവുമാണത്. അതിനാണ് നമ്മൾ നാമജപങ്ങളും കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ബുധനും രാഹുവും ഒരുമിച്ചുണ്ടാകുമ്പോഴാണ് ഈ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയൊക്കെ പോസിബിൾ ആവുന്നത്. ഓൺലൈനായിട്ട് നമ്മൾ സംസാരിക്കുന്നു പല ആൾക്കാരോടും, ഓൺലൈൻ മീറ്റിങ്ങുകൾ, അതുപോലെ വീഡിയോ കോൾ തുടങ്ങിയ കാര്യങ്ങൾ, ഇതുപോലുള്ള യൂട്യൂബ് ചാനലുകൾ, ഇതിനൊക്കെ ഇവരുടെ ഒരു ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഈ രാഹുവിൻ്റെയും ബുധൻ്റെയും. അതുപോലെ ഇന്ന് കുട്ടികളെല്ലാം ഓൺലൈനായിട്ട് പഠിക്കുന്നതിൽ വലിയൊരു പങ്ക് ഈ രാഹുവിന് തന്നെയാണ്. അപ്പോൾ അത് വളരെ പോസിറ്റീവുമാണ്. ബുധൻ എന്നൊരു ഗ്രഹം വിദ്യാഭ്യാസത്തിൻ്റെ, കമ്മ്യൂണിക്കേഷൻ്റെ, മാർക്കറ്റിങ്ങിൻ്റെ, അതുപോലെ പത്രപ്രവർത്തനം, എഴുത്ത്, ജ്യോതിഷമായിക്കോട്ടെ, പല കാര്യങ്ങളുടെയും മൊത്തത്തിൽ ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ കാരകഗ്രഹം തന്നെയാണ്. അപ്പോൾ രണ്ട് ഭാവങ്ങളാണ് ഈ ബുധനുള്ളത്. ഒന്ന് 3-ാം ഭാവവും ഒന്ന് 6-ാം ഭാവവും. രണ്ട് രാശികൾ എന്നത് ഒന്ന് മിഥുനം രാശിയും ഒന്ന് കന്നി രാശിയുമാണ്. കന്നി രാശിയാണ് പ്രാരാബ്ധത്തിൻ്റെ രാശി. അവിടെയാണ് നമുക്ക് ആ ഒരു നിർബന്ധമായും ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യം വരുന്നത്. അതായത് നമ്മൾ ജോലിക്ക് പോകണം, എന്നാലേ നമുക്ക് വേറെ നിറയുള്ളൂ എന്നുള്ളൊരു കാര്യം. മാത്രമല്ല നമ്മുടെ പ്രാരാബ്ധം എന്നത് പലതരത്തിലാണ്. കന്നിയിൽ ഗ്രഹങ്ങൾ വരുന്നത് തന്നെ ആ ഗ്രഹത്തെ സംബന്ധിക്കുന്ന പ്രാരാബ്ധം ഹെവിയാണ്. അതുകൊണ്ട് തന്നെ കന്നി ലഗ്നത്തിൽ വ്യാഴമുണ്ടായാൽ പോലും ആ വ്യാഴത്തിന് ലഗ്നത്തിലെ വ്യാഴം എന്നുള്ള ഒരു വലിയ ഒരു പോസിറ്റിവിറ്റി കിട്ടില്ല. കാരണം അത് കന്നി രാശിയിലാണ് ഇരിക്കുന്നത്. ആ രാശിയുടെ എനർജി എവിടെ ഇരിക്കുന്നു എന്നത്, അതായത് ആരുടെ വീട്ടിലിരിക്കുന്നു, പ്രാരാബ്ധത്തിൻ്റെ വീട്ടിലിരിക്കുന്ന ഗുരു എന്നൊരു രീതിയിൽ വരും. അപ്പോൾ ബുധനെ പറ്റി പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും അബദ്ധം വരാറുണ്ട് നമുക്ക് എല്ലാവർക്കും. അതുപോലെ ഇതൊരു അസുഖമായിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാതെ വരിക, അതുപോലെ ബുദ്ധിമാന്ദ്യം വരിക, ഓട്ടിസം പോലെയുള്ള പല അസുഖങ്ങളും അത് ഈ ഒരു ബുദ്ധിയുടെ പ്രശ്നം കൊണ്ട് കാണാറുണ്ട്. അതുപോലെ മാനസിക വൈകല്യങ്ങളായാലും നമുക്കങ്ങനെ മനസ്സിലാക്കിയെടുക്കാം. ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിക്കണം. ഈ വീഡിയോ കാണുന്നത് ജ്യോതിഷം അറിവുള്ളവരാണെങ്കിലും പുതിയതായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, സഹോദരന്മാരും ഒക്കെ ആണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എപ്പോഴും ഗോചരത്തെ പറ്റി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കേണ്ടതാണ്. അതായത് ഒരു വർഷത്തിൽ എപ്പോഴൊക്കെയാണ് ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് എന്നത്. അപ്പോൾ ഇപ്പോൾ ബുധൻ ഓഗസ്റ്റ് 29 വരെ വക്രഗതിയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും
ഈ ഒരു ബുധനെ സംബന്ധിച്ചിട്ടുള്ള ആ വക്രഗതി സംബന്ധിച്ചിട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും നടക്കുന്നുണ്ട്. അത് മൈക്രോ ലെവലായിരിക്കും ചിലപ്പോൾ വളരെ മൈന്യൂട്ടായ ലെവലായിരിക്കും, നമ്മളതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഉദാഹരണത്തിന് ധനു ലഗ്നത്തിൽ ജനിച്ച ഒരാളുടെ 3-ാം ഭാവത്തിൽ ബുധനുണ്ട് എന്ന് വിചാരിക്കുക. ജാതകത്തിൽ ധനു ലഗ്നം 3-ാം ഭാവത്തിൽ ബുധനോട് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇപ്പോൾ ഗോചരത്തിൽ അവിടെ കുംഭത്തിൽ ശനി വക്രഗതിയിൽ ഗോചരം ചെയ്യുന്നുണ്ട്. അതുപോലെ ബുധനും ചിങ്ങത്തിൽ വക്രഗതിയിൽ ഗോചരം ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ബാങ്ക് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ഒന്നുകിൽ എന്തെങ്കിലും മറക്കും, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഡോക്യുമെൻസിൽ പ്രശ്നം വരും. രണ്ടാമത് ആവർത്തിച്ച് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കും ഈ വക്രഗതി സമയത്ത്. അതേസമയം ഈ ഒരു 3-ാം ഭാവത്തെപ്പറ്റി, ധനുലഗ്നക്കാരൻ്റെ 3-ാം ഭാവത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് പാസ്വേഡ് മാറ്റുന്ന ഒരു സമയമായിരിക്കും. കാരണം രാഹുവിൻ്റെ രാശിയാണ് കുംഭം. അപ്പോൾ ഇവിടെ ചിങ്ങത്തിലിരുന്നിട്ട് ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ദൃഷ്ടിയുണ്ട് എന്ന് പറയാം. അപ്പോൾ എന്തായാലും സ്വാധീനിക്കുന്നുണ്ട്. ഏത് നക്ഷത്രത്തിലിരുന്നാലും ബുധൻ കുംഭത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ശനി കൂടി വക്രഗതിയിലായതുകൊണ്ടാണ് ഇത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് മാറ്റുക, മൊബൈൽ ഫോണിൽ എന്തെങ്കിലും ഗ്ലിച്ച് വരിക, എന്തെങ്കിലും അതിൻ്റെ പുതിയ കവർ വാങ്ങുക, മൊബൈൽ ഫോൺ പുതിയത് വാങ്ങുക, പൊട്ടിപ്പോവുക, അതുപോലെ നിങ്ങളുടെ ലാപ്ടോപ്പിനും മറ്റു കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിനും പ്രശ്നങ്ങൾ വരിക, ബാങ്കിൽ പോയിട്ട് കാര്യം പെട്ടെന്ന് നടക്കാതെ വരിക, ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടി വരിക. കാരണം വക്രഗതിയിൽ അവിടെ ശനിയുമുണ്ട്. അപ്പം ഞാനിവിടെ ബുധൻ കൂടി വക്രഗതിയിലുള്ള സമയത്ത് അതിനെ റിലേറ്റ് ചെയ്ത് പറയുമ്പോഴാണ് നിങ്ങൾ ബാങ്കിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അതുപോലെ ഫോണുമായിട്ട് അവിടെ കുംഭം എന്നത് രാഹുവിൻ്റെ രാശി കൂടിയായതുകൊണ്ടും 3-ാം ഭാവമായതുകൊണ്ടുമാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് മനസ്സിലാക്കണം. ഇതിന് കുറച്ചുകൂടി മൈന്യൂട്ട് ലെവലിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഹോറ നോക്കേണ്ടി വരും. ഓരോ ദിവസത്തെയും ഒരു ആഴ്ച തുടങ്ങുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ആ സൂര്യോദയം തൊട്ടുള്ള സമയം എന്നത് ആ ആഴ്ചയുടെ അധിപൻ്റെ ഹോറ തന്നെയായിരിക്കും. അപ്പോൾ വ്യാഴാഴ്ച രാവിലെ ആദ്യത്തെ ഒരു ഹോറ എന്നത് വ്യാഴത്തിൻ്റെ ഹോറയായിരിക്കും. അങ്ങനെ അപ്പോൾ ഇത് സംബന്ധിച്ചിട്ട് നിങ്ങൾ കുറച്ചൊക്കെ ജ്യോതിഷം അറിയുന്നവരാണെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ ചെയ്യുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതാണ് ജ്യോതിഷം പഠിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് മേലധികാരിയോട് ഒരു കാര്യം സംസാരിക്കണം. ഈ ബുധൻ വക്രഗതിയിൽ ആയ സമയത്ത്, ഇപ്പോഴത്തെ ആ ഒരു ബുധൻ വക്രഗതിയിലുള്ള സമയത്ത്, ശനി വക്രഗതിയിലുള്ള സമയത്ത്, അത് ചിങ്ങത്തിലൊക്കെ ബുധൻ വക്രഗതിയിലാവുമ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കൊരു പ്രൊമോഷനെ പറ്റി, ഒരു ഇൻക്രിമെൻറ്റിനെ പറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ലാപ്ടോപ്പ് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ 3-ാം ഭാവം എന്നത് ചെറിയ യാത്രകളാണ്. അപ്പോൾ നിങ്ങളുടെ യാത്രാ ചിലവിൻ്റെ ഒരു കാര്യം അവതരിപ്പിക്കാൻ, അതായത് നമ്മുടെ ജോലി സ്ഥലത്ത് പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ മേലധികാരിയോട് ഇതൊന്നും പറഞ്ഞുകൂടാത്തൊരു സമയവുമാണ്. ചൊവ്വയുടെ ഹോറയിലൊക്കെ പോയി മേലധികാരിയോട് സംസാരിച്ചാൽ, ചിലപ്പോൾ സൂര്യൻ്റെ ഹോറയിൽ സംസാരിച്ചാൽ, നിങ്ങളുടെ ജാതകത്തിൽ സൂര്യൻ ബലവാനല്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഓഫീസിന് അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. അതിൻ്റേതായ സമയത്ത് കിട്ടേണ്ടതൊക്കെ കിട്ടിയിരിക്കും. ഇങ്ങോട്ട് വന്ന് ചോദിക്കേണ്ട. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതൊരു അധ്യാപകനായാലും ആരായാലും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. അതായത് നമ്മൾ ശരിക്കും സൂക്ഷിക്കണം ഏത് ഭാവത്തിൽ ഈ ബുധൻ ഗോചരം ചെയ്യുന്നു എന്നത് വക്രഗതിയിൽ. അപ്പോൾ ചിങ്ങത്തിൽ ഗോചരം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പിതാവിനോട് സംസാരിക്കുമ്പോൾ. അതായത് നിങ്ങളുടെ ജാതകത്തിൽ ചിങ്ങത്തിൽ ചൊവ്വയുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ഏത് രാശിയിലും ഏത് ലഗ്നത്തിലും ജനിച്ച ഒരാളായിക്കോട്ടെ, ഞാനൊന്നും കണക്കാക്കുന്നില്ല, നിങ്ങൾ ഏത് നക്ഷത്രത്തിൽ ജനിച്ച ആളായാലും ചൊവ്വ ഇരിക്കുകയാണ് ചിങ്ങത്തിൽ എന്ന് വിചാരിക്കുക. ബുധൻ ഇപ്പോൾ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങൾ പിതാവിനോട്, ചിങ്ങമാസം സൂര്യൻ കൂടി ചിങ്ങത്തിൽ ഗോചരം ചെയ്ത സമയത്ത് നിങ്ങൾ പിതാവിനോട് സംസാരിക്കാൻ പോവുകയാണ്. ആങ്ങളയ്ക്ക് കൊടുത്ത പ്രോപ്പർട്ടി കുറച്ചുകൂടി പോയി, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ പ്രോപ്പർട്ടിയുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് സ്ഥലം വിൽക്കാനുള്ളൊരു പെർമിഷൻ വേണം, എന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പറ്റിയൊരു സമയമല്ല ഇത്. പക്ഷെ ചില സമയത്ത് ചില ദശാകാലങ്ങൾ വളരെ അനുകൂലമാണെങ്കിൽ, ഇതിന് നല്ലൊരു സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് താമസം എടുത്താലും പിതാവ് അതിന് സമ്മതം മൂളിയെന്ന് വരും. അതല്ലാതെ ഇതൊരു കലഹം, ഒരു ആർഗ്യുമെൻറ്റ്, ഒന്നും രണ്ടും പറയുന്ന അതിനൊരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു ഗോചരം തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ ഗോചരത്തെപ്പറ്റി പറയുന്നത്. നമ്മൾ മാസത്തിലും ഒരാഴ്ചയിലും നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കണം. അതാണ് ജ്യോതിഷം പഠിച്ചത് കൊണ്ടുള്ള ഒരു ഗുണം എന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ഡിസിഷൻ, അല്ലാതെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും മുഹൂർത്തം നോക്കരുത്. ആശുപത്രി പോകാനും ഡോക്ടറെ കാണാനും പ്രസവിക്കാനും ഇങ്ങനെയൊന്നും നോക്കുക. ചില കാര്യങ്ങൾ നാച്ചുറലാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ നോക്കാറില്ല എന്ന് തന്നെയാണ് സത്യം. കാരണം ജീവിതം ഒരു ഫ്ലോ ആണ്. നമ്മൾ സമർപ്പിതരാണ്. ഞാൻ ഭഗവതിയുടെ ചരണങ്ങളിലാണ്. അതുകൊണ്ട് ഞാനിത് നോക്കാറില്ല. പക്ഷെ ഒരു കാര്യം എന്നത്, ശരണാഗതരായിരിക്കുമ്പോൾ നാച്ചുറലി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, സ്വാഭാവികമായിട്ടും ആ ഹോറയിൽ തന്നെയായിരിക്കും നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നത്.
വ്യാഴത്തിൻ്റെ ഹോറയിൽ തന്നെയായിരിക്കും ഞാൻ അമ്പലത്തിൽ പണ്ഡിതജിയോട് എന്തെങ്കിലും കാര്യം സംസാരിക്കുകയോ അമ്പലത്തിൽ പോയിരിക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാനും പറ്റും നല്ലൊരു ഹോറയിൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ. ചില സമയങ്ങളിൽ നമുക്കിതിനെ ഉപയോഗിക്കാൻ കഴിയുന്നത് ശനിയുടെ ഹോറ നടക്കുകയാണെന്ന് വിചാരിക്കുക. ഓരോ ദിവസത്തിലും ഓരോ ഗ്രഹത്തിൻ്റെതായിട്ടുള്ള സമയങ്ങളുണ്ട്, അതാണ്. അപ്പോൾ ശനിയുടെ ഹോറ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ഒരാൾ നിങ്ങളുടെ സഹായത്തിന് നിങ്ങൾ വിളിച്ചിട്ട് സഹായത്തിന് വന്നു എന്ന് വിചാരിക്കുക. മുമ്പ് വൃത്തിയാക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ സഹായിക്കാനോ എന്തിനാണെന്ന് വെച്ചാൽ, അപ്പോൾ ഒരാൾ സഹായത്തിന് വന്നു. ആ ആൾ ഇന്ന് ജോലിക്ക് വന്ന സമയം ശനിയുടെ ഹോറയാണ്. അപ്പോൾ ആ വ്യക്തിയോട് നിങ്ങൾ ആ ഒരു ശനിയുടെ ഹോറയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പ്രബലനാണ് അവിടെ. നിങ്ങളുടെ ജാതകത്തിൽ ശനിക്ക് ബലമില്ലെങ്കിൽ ഈ ഹോറയിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് അനുഭവങ്ങൾ ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് ആ സമയത്ത് വരുന്ന അനുഭവം എന്നത് നിങ്ങളുടെ പ്രാരാബ്ധമാണെന്ന് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയായിരിക്കണം നമ്മൾ ജ്യോതിഷം പഠിക്കുന്നത്. ശനിയുടെ ഹോറയിൽ നിങ്ങളുടെ ജോലിക്കാരി അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു ഹെൽപ്പർ എന്ന ആൾ അദ്ദേഹം വന്നിട്ട് നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ശനി പറയുന്നതായിട്ട് തന്നെ മനസ്സിലാക്കണം. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ 4-ാം ഭാവാധിപൻ 5-ാം ഭാവാധിപൻ ഒക്കെ അല്ലെങ്കിൽ 3-ാം ഭാവാധിപൻ ഒക്കെ ശനിയാണെങ്കിൽ ആ ശനിയുടെ ഹോറയിൽ ആ ശനി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന കർമ്മമായിരിക്കും ആ വ്യക്തി വന്ന് പറയുന്നത്. അപ്പോൾ അതും നമുക്ക് നോട്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ജ്യോതിഷം പഠിക്കുമ്പോഴാണ്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഇതൊന്നും പ്ലാൻ ചെയ്തിട്ട് ജീവിക്കാൻ പറ്റുകയുമില്ല, അങ്ങനെയുമല്ല. പക്ഷെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സമയത്ത് ഇവർ എന്നോട് ഇത് ചോദിച്ചത്? ഉദാഹരണത്തിന് നിങ്ങൾക്ക് ബുധൻ്റെ മഹാദശ നടക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ബുധൻ്റെ മഹാദശ തുടങ്ങുകയാണെന്ന് വിചാരിക്കുക. അടുത്ത മാസം തുടങ്ങാനിരിക്കുകയാണ് നിങ്ങളുടെ കുട്ടിയുടെ ബുധൻ്റെ മഹാദശ. അപ്പോൾ ബുധൻ്റെ ഹോറയിൽ ബുധനാഴ്ച ദിവസം ഒരു ആൾ വന്നിട്ട് നിങ്ങളോട് ആ വ്യക്തിയുടെ കുട്ടിക്ക് പഠിക്കാനായിട്ട് കുറച്ച് ധനസഹായം ആവശ്യപ്പെടുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് ആ ദശാനാഥൻ ആ ദശ വരുന്നതിന് മുന്നേ വന്ന് ഒരു ചാൻസ് തരികയാണ് ആ പ്രാരാബ്ധം എടുക്കാനായിട്ട്. അത് എല്ലാ ദശയ്ക്ക് മുന്നിലേയും ആരെങ്കിലും വന്ന് ചോദിക്കും. അപ്പം അത് കൊടുത്തിരിക്കണം നമുക്ക് കഴിയുന്നത് പോലെ. അങ്ങനെ ഗ്രഹങ്ങൾ വരാറുണ്ട്. അത് ഗ്രഹങ്ങൾ വരാറുണ്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ എല്ലാവരിലും ഈശ്വരനുണ്ട്, ഈശ്വരൻ ഏത് രൂപത്തിലും വരുമെന്ന്. അപ്പോൾ ഭഗവാന്റെ അംശങ്ങൾ തന്നെയാണ് ഗ്രഹങ്ങളും. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം. അതും കൂടി ജ്യോതിഷം പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം തന്നെയാണ്. അപ്പോൾ ഗ്രഹങ്ങൾ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇത് കൂടുതലായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും. കാരണം അവർക്ക് ഒന്നുകൂടി ബലമാണ്, ചേഷ്ടാബലത്തിൽ നമ്മുടെ പ്രവൃത്തിക്ക് കൂടുതൽ ബലമുണ്ട് നമ്മൾ ആ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക്. അപ്പോൾ വ്യാഴത്തിൻ്റെ ദശ വരുമ്പോഴും രാഹു മഹാദശയിൽ നിന്ന് വ്യാഴത്തിൻ്റെ മഹാദശയിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യാഴം വരുന്നതിന് മുന്നേ, ഒരുപക്ഷെ ഒരു 6 മാസം മുന്നേ ആയിരിക്കാം, ഒരു ബ്രാഹ്മണൻ, ഒരു പണ്ഡിതൻ, ഒരു ആസ്ട്രോളജർ, ഒരു പൂജാരി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അധ്യാപകൻ, അല്ലെങ്കിൽ പിതാവ്, പിതൃതുല്യനായിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ആ ഒരു സന്യാസിയെപ്പോലെ ഒരു ശരിക്കുള്ളൊരു വിരക്തനായ സന്യാസി കേതുവാണ്. എന്നാലും ആ ഒരു ഉപാസനകളൊക്കെ ചെയ്യുന്ന, അതായത് കർമ്മകാണ്ഡമൊക്കെ ചെയ്യുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാളൊക്കെ വന്ന് എന്തെങ്കിലും ചോദിക്കും. അല്ലെങ്കിൽ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലഗ്നമൊക്കെ ആണെങ്കിൽ, നിങ്ങളുടേത് ഒരു സ്ത്രീ ആണെങ്കിൽ, ഒരു ബ്രാഹ്മണ സ്ത്രീ വന്ന് ചോദിച്ചാലും മതി, എന്തെങ്കിലും ഒന്ന് ചോദിക്കും. അത് ആ ദശ വരുന്നതിന് മുന്നേ നിങ്ങളുടെ ഒരു അതേ സംബന്ധിച്ചിട്ടുള്ള പ്രാരാബ്ധം എടുക്കാൻ വരികയാണ്. അപ്പോൾ ശനിയുടെ ദശയൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ചോദിച്ചിട്ട് വരും. സമൂഹത്തിലേക്കായിരിക്കും നിങ്ങളുടെ ഇത് ചോദിക്കുന്നത്. നിങ്ങളുടെ ഏത് ഭാവാധിപനാണ് ആ പെർട്ടിക്കുലർ ഗ്രഹം, വരാനിരിക്കുന്ന ദശാനാഥൻ നിങ്ങളുടെ ഏത് ഭാവത്തിൻ്റെ അധിപനാണ്, എന്ത് മുഖ്യമായിട്ടുള്ള കാര്യമാണ്, ആ ഭാവത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. 6-ാം ഭാവാധിപനാണെങ്കിൽ ആർക്കെങ്കിലും മരുന്ന് വാങ്ങാനായിട്ട്, അല്ലെങ്കിൽ ഒരു രോഗിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് വലിയൊരാളാണ്, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്. നിങ്ങളുടെ 6-ാം ഭാവാധിപൻ്റെ ദശ വരികയാണ്. അപ്പോൾ ഒരാൾക്ക് ജോലിക്കുള്ളൊരു അവസരം കിട്ടുമോ, നിങ്ങളുടെ കീഴിൽ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ട് വരും. അപ്പോൾ ഇതിനെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കിയെടുക്കാം. വക്രഗതിയിലുള്ള ഗ്രഹങ്ങൾ ജാതകത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ ഒരു തീവ്രത കൂടുന്നത്. വക്രഗതിയിലുള്ള ഗ്രഹങ്ങൾ നമ്മുടെ ജാതകത്തിൽ ഉണ്ടാകുമ്പോഴും നമ്മളൊന്നുകൂടി ശ്രദ്ധിക്കണം. അതിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗ്രഹത്തിൻ്റെ ഓരോ അവസ്ഥകളാണ്, നമ്മളതിനെ മനസ്സിലാക്കുന്നു, പഠിക്കുന്നു, ആ ഒരു രീതിയിലെടുക്കണം. അപ്പോൾ ബുധനാവുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ശ്രദ്ധിക്കണം. ജാതകത്തിൽ തന്നെ ബുധൻ വക്രഗതിയിലാണെങ്കിൽ ഒന്നാമത് ഇവരുടെ ഒരു കാര്യം എന്നത്, ഇവർ പറഞ്ഞ വാക്കിന് വില വെച്ചില്ലെങ്കിൽ വലിയ വിപത്താണ് വരാൻ പോകുന്നത്. പലപ്പോഴും ഇവർ ശനിയുടെ സ്വാധീനം കൂടി ആ വക്രഗതിയിലുള്ള ബുധനുണ്ടെങ്കിൽ, ശനിയുടെ രാശികളിൽ, ശനിയുടെ നക്ഷത്രങ്ങളിൽ, ശനിയുടെ കൂടെ, ശനിയുടെ ഗ്രഹദൃഷ്ടി, നവാംശത്തിലൊക്കെ ഈ ശനിയുടെ സ്വാധീനം ഈ വക്രഗതിയിലുള്ള ബുധന് വന്നു കഴിഞ്ഞാൽ പറഞ്ഞ വാക്കിന് വിലയുണ്ടാവില്ല, എപ്പോൾ വേണമെങ്കിലും മാറും. അതുകൊണ്ട് ഒരു ഏറ്റവും അടുപ്പമുള്ളവർക്ക് ഇവരെ ഒരു വിശ്വാസം ഉണ്ടാവില്ല. ആളിനി എന്താണോ പറയുന്നത് എന്നുള്ള ഒരു രീതിയിലെത്തും.
ചെറിയ കുട്ടികൾക്കൊക്കെ ഈ ഒരു ഇതുണ്ടെങ്കിൽ അതൊന്നും അതിന് വേണ്ടുന്ന പരിഹാരം ചെയ്യണം. ജാതകം അത് കുടുംബ ജ്യോത്സ്യരെ കണ്ട് ജാതകം നോക്കിപ്പിച്ച് അത് റെഗുലറായിട്ടുള്ള പരിഹാരം അതിന് ചെയ്യേണ്ടതാണ്. കാരണം അതൊരു കാർമിക് ഇഫക്റ്റ് തന്നെയാണ്. ഗോചരത്തിൽ വക്രഗതിയിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ എല്ലാം കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, നമ്മുടെ സംഭാഷണം, പ്രത്യേകിച്ച് നിങ്ങൾ ഓൺലൈൻ, ഈ ബുധൻ ഇപ്പോൾ ഗോചരത്തിൽ ഈ ഓഗസ്റ്റ് മാസമാണ് വക്രഗതിയിൽ സഞ്ചരിച്ചത്. അപ്പോൾ എൻ്റെ ഓർമ്മയിലൊരു ഓഗസ്റ്റ് 5 തൊട്ട് ഓഗസ്റ്റ് 29 വരെയാണ് ബുധൻ്റെ വക്രഗതി. അപ്പോൾ ഈ ഒരു സമയത്തിനിടയിൽ നിങ്ങൾ എത്രമാത്രം സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, സാധാരണ നമ്മൾ സാധാരണ നമുക്ക് തെറ്റ് പറ്റുന്നതിലധികം കൂടുതൽ തെറ്റുപറ്റി, അതുപോലെ എഴുതിയ മെസ്സേജ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു, എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം, ആവർത്തിച്ച് സംസാരിക്കേണ്ടി വരിക, ഒരേ കാര്യം തന്നെ ക്ലാരിറ്റി കിട്ടാനായിട്ട് വീണ്ടും ചോദിക്കേണ്ടി വരിക, ഇങ്ങനെ നമ്മുടെ സംഭാഷണം ബന്ധിച്ചിട്ടുള്ള എത്ര പ്രശ്നങ്ങൾ നമുക്ക് നേരിടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുധൻ്റെ വക്രഗതി എന്നത് ഈ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നത് കൊണ്ട് ഇത് IT പ്രൊഫഷണൽസിനെ, അതുപോലെ മാർക്കറ്റിങ്ങിലുള്ളവരെ, മാർക്കറ്റിംഗ്, സെയിൽസ് ആ വിഭാഗത്തിലുള്ളവരെ, കൂടുതലായിട്ടും കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നവർ, പത്രപ്രവർത്തകർ, ജേർണലിസ്റ്റ്, ഇവരൊക്കെ എഴുതി തയ്യാറാക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ നിങ്ങളുടെ ജാതകത്തിൽ തന്നെ ശനി വക്രഗതിയിലുണ്ടെങ്കിൽ അത് ആ ഭാവത്തെ സംബന്ധിച്ചിട്ടുള്ള, ഏത് ഭാവത്തിൻ്റെ അധിപനാണ് ആ ഭാവത്തെ സംബന്ധിച്ചിട്ട് അത് യുണീക്കായിരിക്കും, പ്രത്യേകത അത് തരും. ഇത് തന്നെയാണ് വ്യാഴവും. വ്യാഴം വക്രഗതിയിലാണെങ്കിൽ നിങ്ങളുടെ ഗുരു യുണീക്കായിരിക്കും. ബുധനുമായിട്ടൊക്കെ സംബന്ധം വരുമ്പോൾ ഒന്നിൽ കൂടുതൽ ടീച്ചേഴ്സ് ഉണ്ടാവും നിങ്ങളെ പഠിപ്പിക്കാൻ. അതായത് സ്പിരിച്വാലിറ്റിയെ പറ്റിയാണ് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ഗുരുക്കന്മാരുണ്ടാകും. അത് സ്വാഭാവികമാണ്. വക്രഗതി വരുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്, അതിന് ബലമുണ്ട്. നമ്മൾ എത്ര എഫേർട്ട് എടുക്കുന്നു, വ്യാഴം വക്രഗതിയിലുണ്ടാകുമ്പോൾ എത്രമാത്രം നിങ്ങൾ എഫേർട്ട് എടുക്കുന്നു അത്രയും നിങ്ങൾക്ക് നോളജ് വരുന്നതാണ്. ശനിയാണെങ്കിൽ എത്രമാത്രം നിങ്ങൾ ജോലിയിൽ പ്രയത്നിക്കും അത്രയും ഫലം തരും. അത് 36 കഴിഞ്ഞിട്ടേ ശനി തരികയുള്ളൂ. ശനിയുടെ കാര്യം 36, 38 കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. രാഹു, കേതു ഓൾറെഡി വക്രഗതിയിലുള്ള ഗ്രഹങ്ങളാണ്. അവരുടെ കൂടെ വക്രഗതി ഇല്ലാത്ത ഗ്രഹങ്ങൾ ഇരിക്കുമ്പോഴും അതിനും ആ പ്രത്യേകതയുണ്ട്. അതായത് 3-ാം ഭാവത്തിൽ വക്രഗതിയിലുള്ള ഗ്രഹങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് പ്രത്യേകതയുള്ളതായിരിക്കും. ജാതകത്തിൽ ശുക്രൻ വക്രഗതിയിലാണെങ്കിൽ റിലേഷൻഷിപ്പ് എന്നത് കുറച്ച് വെല്ലുവിളി തന്നെയായിരിക്കും. അവരുടെ റിലേഷൻഷിപ്പിനൊരു പ്രത്യേകതയുണ്ടാകും, സാധാരണയായിരിക്കില്ല. പിന്നെ അത് ഏത് ഭാവത്തിലിരിക്കുന്നു, ഏത് നക്ഷത്രത്തിലിരിക്കുന്നു, ഏത് രാശിയിലിരിക്കുന്നു, ആ രാശാധിപൻ എവിടെയിരിക്കുന്നു എന്നതിനനുസരിച്ച് ഫലം വരുന്നത്. വക്രഗതിയിലുള്ള ഗ്രഹങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ടാകും. വക്രഗതിയിലുള്ള ശനി എന്നത് ഒരുപക്ഷെ ഒന്നിൽ കൂടുതൽ പ്രൊഫഷൻ തരാൻ സാധ്യതയുണ്ട്. ഒരു ഫീൽഡല്ലാതെ മറ്റൊരു ഫീൽഡിൽ കൂടി കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അത് എവിടെ ഇരിക്കുന്നു, നിങ്ങളുടെ ദശാകാലങ്ങൾ എങ്ങനെ വരുന്നു എന്നതിനനുസരിച്ചിട്ട് മാത്രമാണ് നമുക്ക് കൺക്ലൂഷനിലെത്താൻ പറ്റുക. അതുപോലെ ശനിയൊക്കെ 3-ാം ഭാവത്തിൽ വക്രഗതിയിലിരിക്കുമ്പോൾ ചിലപ്പോൾ യഥാർത്ഥത്തിൽ പറയേണ്ട കാര്യം പറഞ്ഞു എന്ന് വരില്ല, ഒളിപ്പിച്ച് വെച്ചേക്കാം. അതായത് പകുതി സത്യം പറയാം, കളവ് പറയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനെ വക്രഗതിയിലുള്ള ഗ്രഹങ്ങളെ ഒന്ന് ജനറലായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഗോചരത്തിൽ വരുമ്പോൾ നമ്മളെല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കണം. നമ്മുടെ ഏത് ഭാവത്തിൻ്റെ അധിപനായിട്ട് വരുന്നു, അതുപോലെ രാശിയിൽ ഏത് രാശിയിലാണ് ആ സമയത്ത് ഗോചരം ചെയ്യുന്നത്, അതുപോലെ ആ രാശ്യാധിപൻ ഗോചരത്തിൽ എവിടെ പോയിരിക്കുന്നു, നമ്മുടെ ദശാകാലങ്ങൾ ഇതിനനുസരിച്ചിട്ട് ഫലം വരും. അപ്പോൾ ഇപ്പോഴുള്ളൊരു സമയത്തിൽ ചിങ്ങത്തിലായതുകൊണ്ട് അത് ആ ഒരു പിതാവിൻ്റെ ആരോഗ്യം, ഒരുപക്ഷെ നേരത്തെയുള്ള അസുഖം വീണ്ടും വന്നിട്ട് പിതാവ് അതിന് ചികിത്സിക്കാൻ പോകാൻ സാധ്യതയുണ്ട്. കാരണം ശനി കൂടി ഇവിടെ വക്രഗതിയിലാണ്. അതുപോലെ പിതാവുമായിട്ടുള്ള നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, അതുകൂടാതെ പഴയ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ചു വിളിക്കാനുള്ള സാധ്യത, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓരോ ഭാവം നോക്കുമ്പോൾ ഓരോ തരത്തിൽ അതിൻ്റെ ഫലം വരും. അതുപോലെ നിങ്ങളുടെ പഴയ മേലധികാരി നിങ്ങളെ തിരിച്ചു വിളിക്കാൻ, പ്രത്യേകിച്ച് ഇപ്പോൾ ശനി വക്രഗതിയിലായിരിക്കുന്നതുകൊണ്ട് ചിങ്ങത്തിലേക്ക് സൂര്യൻ പോകുമ്പോൾ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം, അതുപോലെ എന്തെങ്കിലും നേരത്തെ നിങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ നേരത്തെ ചെയ്യണം എന്ന് വിചാരിച്ച ബിസിനസ്സിനെ പറ്റി ഇപ്പോൾ വീണ്ടും ചിന്തിക്കാൻ, നേരത്തെ നിങ്ങൾ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ചെയ്യാനായിട്ട് തോന്നുക, അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങളാണ് ഇപ്പോഴത്തെ ഒരു സമയത്ത് ഈ ബുധൻ വക്രഗതിയിൽ ഗോചരം ചെയ്യുമ്പോൾ, ശനി വക്രഗതിയിൽ ഗോചരം ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. അതുപോലെ പലരും പലതരത്തിലുള്ള പുതിയ വിദ്യകൾ പഠിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലുമായിരിക്കും. അപ്പോൾ പലതരത്തിലാണ് നമ്മളെ വക്രഗതിയിലുള്ള ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നത്. ബുധൻ നമ്മുടെ ബന്ധുക്കളുടെയും കസിൻസിൻ്റെയും കാരണവന്മാരുടെയൊക്കെ കാരകഗ്രഹം കൂടിയാണ്. അതുകൊണ്ട് ദീർഘകാലമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്ന ആ ഒരു കസിനോട് നിങ്ങൾ സംസാരിക്കാൻ, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ, അതുപോലെ പലതരത്തിലുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഒക്കെയുള്ള, അതായത് ആ തിരിച്ചു പോവുക, റിട്രോഗ്രേഡ് എന്ന് പറയുമ്പോൾ ആ മുന്നേ ഒഴിവാക്കിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ പഴയ ആൾക്കാർ, പ്രത്യേകിച്ച് ശനിയുടെ ഒരു ദൃഷ്ടി
പ്രത്യേകിച്ച് ശനി കൂടി ഓപ്പോസിറ്റ് വക്രഗതിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ആ പഴയ ചില കാര്യങ്ങൾ മനസ്സിലേക്ക് വരാൻ. അപ്പോൾ നിങ്ങളാണെങ്കിൽ ഇപ്പോൾ പഴയ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ച്, നിങ്ങളുടെ 7ാം ഭാവാധിപനാണ് ബുധൻ ഇപ്പോൾ വക്രഗതിയിൽ എങ്കിൽ നിങ്ങളുടെ പഴയ റിലേഷൻഷിപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള ആ പഴയ അനുഭവങ്ങളെക്കുറിച്ച്, അവിടെ പാപഗ്രഹങ്ങൾ കൂടി ചിഹ്നത്തിലുണ്ടെങ്കിൽ ഈ ജീവിത പങ്കാളി തന്ന പഴയ ദുരനുഭവങ്ങളെക്കുറിച്ച് ഒക്കെ ആ ഒരു ഓർമ്മ അയവിറക്കുന്ന ഒരു സമയം കൂടിയാണിത്. ശനി വക്രഗതിയിൽ ഇരുന്നിട്ട് ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ വക്രഗതിയിലുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് ചെറിയൊരു ഐഡിയ തരാനാണ്. അതുകൂടാതെ ദശ മാറുമ്പോൾ, അടുത്ത ദശയിലേക്ക് വരുമ്പോൾ എന്ത് പ്രതീക്ഷിക്കാമെന്ന ചോദ്യത്തിന് ചെറിയ തോതിൽ ഉത്തരം പറയാനും ശ്രമിച്ചിട്ടുണ്ട്. കൂടുതലായിട്ടും ബുധനെ ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാലും ചില ഗ്രഹങ്ങളെ കൂടി ചെറിയ തോതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴായിട്ടും പല അറിവുകളും ആയിട്ടും വരാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.